Hi, welcome back to AS Tutorials. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. സോ നമ്മൾ ആദ്യം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 3 സൈഡും ഈക്വൽ ആണ് അല്ലേ? അപ്പം നമുക്ക് ഒരു സൈഡിന് എ എന്ന് കൊടുത്തു. അപ്പം ഈ സൈഡും എ ആണ്, ഈ സൈഡും എ എന്ന ലെങ്താണ് അല്ലേ? അപ്പോൾ നോക്കുക, നമുക്ക് ഹെറോൺസ് ഫോർമുല എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം അല്ലേ? ആദ്യമേ എസ് കണ്ടുപിടിക്കണം. എസ് എങ്ങനെ പറയുന്നത്? 3 സൈഡിൻ്റെ സം ബൈ 2 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ പ്ലസ് എ പ്ലസ് എ ബൈ 2 ദാറ്റ് ഈസ് 3a ബൈ 2 അല്ലേ? ഇനി ഹെറോൺസ് ഫോർമുല വെച്ചിട്ടുള്ള ഏരിയ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി അല്ലേ? അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ലെങ്ത് 3 ട്രയാങ്കിളിലും ഈക്വൽ ആണല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് എസ് മൈനസ് എ എസ് മൈനസ് എ എസ് മൈനസ് എ അല്ലേ? ഇനി എന്താ ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ്, ഇത് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ, അതായത് എസ് മൈനസ് എ ദ ഓൾ ക്യൂബ് അല്ലേ? സോ ഇനി നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എസിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ്? 3a ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3a ബൈ 2 എസ് മൈനസ് എ ക്യൂബ് ദോട്ട് റൂട്ട് അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3a ബൈ 2. ഇവിടെ നോക്കിക്കേ, നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് അല്ലേ? എസിൻ്റെ വാല്യൂ എന്താണ്? 3a ബൈ 2 ബൈ മൈനസ് എ ദ ഓൾ ക്യൂബ് അല്ലേ? അപ്പം നോക്കിയേ, സ്ക്വയർ റൂട്ട് ഓഫ് 3a ബൈ 2. ഇവിടെ എന്താണ്? ഇത് ഇത്രയും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ബൈ 2 ദ ഓൾ ക്യൂബ് കിട്ടും അല്ലേ? അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ദെൻ ദാറ്റ് ഈസ്, ഇത് ഇത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3a റേസ് ടു എ ഇൻറ്റു എ ക്യൂബ്, അതായത് എ റേസ് ടു 4, 2 ഇൻറ്റു 2 4 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതുപോലെ തന്നെ എ റേസ് ടു 4ൻ്റെ സ്ക്വയർ റൂട്ട്, അതെന്താണ്? എ സ്ക്വയർ അല്ലേ? ഇൻ 4. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് റൂട്ട് 3 ബൈ 4 എ സ്ക്വയർ. അതാണ് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനല്ലേ? അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പം ഈ 3 സൈഡിലെ ലെങ്തും എന്താണ്? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് നമ്മളൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്താണ്? ഏരിയ ഈക്വൽ ടു റൂട്ട് 3 ബൈ 4 എ സ്ക്വയർ അല്ലേ? ഇവിടെ എ എന്താണ്? സൈഡ് ഓഫ് എ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് 3 ബൈ 4 12 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 4 12 സ്ക്വയർ 144
4 അല്ലേ? ഇനി നമുക്ക് 144 ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 36 അല്ലേ? ബാക്കി വന്നത് എന്താണ്? √3. അത് അതുപോലെ തന്നെ എഴുതുന്നു. അപ്പം ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 12 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 36 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ.